ബി.ജെ.പി. തമിഴ്നാട് ഘടകത്തിൽ നടന്ന അഴിച്ചുപണിയിൽ നടി ഖുഷ്ബു സുന്ദറിനെ വൈസ് പ്രസിഡന്റായി നിയമിച്ചു. നയനാർ നാഗേന്ദ്ര സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം നടന്ന ആദ്യത്തെ പ്രധാന പുനഃസംഘടനയാണിത്. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗമായ ഖുഷ്ബു സമീപകാലത്ത് പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ അവർ സജീവമായി തുടരുമോ എന്ന അഭിമുഖങ്ങൾക്കിടയിലാണ് പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഖുഷ്ബുവിന്റെ രാഷ്ട്രീയ പ്രവേശനം 2010 DMK വഴിയായിരുന്നു. കരുണാനിധിയുമായി കനിമൊഴിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അവർ പാർട്ടി വേദികളിൽ സജീവ സാന്നിധ്യമായിരുന്നു. DMKയുടെ താരപ്രചാരകരിൽ ഒരാളായിരുന്നു അവർക്ക് മികച്ച ജനപിന്തുണയും ലഭിച്ചിരുന്നു. എന്നാൽ ചില ആഭ്യന്തര വിഷയങ്ങളെ തുടർന്ന് 2014 അവർ DMK വിട്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസിൽ ദേശീയ വക്താവ് എന്ന നിലയിൽ അവർ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചു. വിവിധ TV ചർച്ചകളിലും പൊതുപരിപാടികളിലും കോൺഗ്രസിന്റെ നിലപാടുകൾ ശക്തമായി അവതരിപ്പിച്ചു. എന്നാൽ കോൺഗ്രസിലെ പ്രവർത്തനങ്ങളിലും ചില അതൃപ്തികൾ ഉണ്ടായതിനെ തുടർന്ന് 2020 അവർ BJPയിൽ അംഗത്വം എടുത്തു. BJPയിൽ ചേർന്നതിന് ശേഷം 2021 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെക്കോൽ തിരുവല്ലോങ്കോണി മണ്ഡലത്തിൽ നിന്നും അവർ മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. ഈ പരാജയം അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു ചോദ്യചിഹ്നമായിരുന്നു. അതിനുശേഷം അവർ പാർട്ടി പരിപാടികൾ അത്ര സജീവമായിരുന്നില്ല എന്ന് അഭിമുഖങ്ങൾക്കിടയിൽ അക്കം കൂട്ടിയിരുന്നു. എന്നാൽ ഈ പുതിയ നിയമനം അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ് നൽകിയിരിക്കുകയാണ്. BJP തമിഴ്നാട് ഘടകത്തിൽ ശക്തിപ്പെടുത്തുന്നതിൽ ഖുഷ്ബുവിന്റെ താരപ്രഭവും ജനസമ്മതിയും ഒരു മുതൽക്കൂട്ടാകുമെന്നും പാർട്ടി നേതൃത്വത്തിന്റെ പ്രതീക്ഷ. തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ BJP ഏറെക്കാലമായി ശ്രമിച്ചു വരികയാണ്. DMK, AIADMK തുടങ്ങിയ ദ്രാവിഡ പാർട്ടികൾക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ണിൽ BJPക്ക് കാര്യമായ മുന്നേറ്റം നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ജനസമ്മതിയുള്ള വ്യക്തികളെ മുന്നിൽ നിർത്തി പാർട്ടിയുടെ അടിത്തറ വികസിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഖുഷ്ബുവിനെ പോലെ സിനിമാ രംഗത്തും രാഷ്ട്രീയത്തിലും ഒരുപോലെ പരിചിതമായ ഒരാൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഈ തന്ത്രത്തിന്റെ ഭാഗമാണ്. വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാന അധ്യക്ഷനായ നയനാർ നാഗേന്ദ്രൻ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാന പുനഃസംഘടനയാണിത്. ഇത് പുതിയ അധ്യക്ഷന്റെ കാഴ്ചപ്പാടുകളും തന്ത്രങ്ങളും വെളിപ്പെടുത്തുന്നു. പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുവാനും പൊതുജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനും പുതിയ നേതൃത്വം ലക്ഷ്യമിടുന്നു. ഖുഷ്ബുവിന്റെ നിയമനം പാർട്ടിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്കും ഊർജം പകരുമെന്നും കൂടുതൽ സ്ത്രീകളെയും യുവജനങ്ങളെയും പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു. ഖുഷ്ബുവിന്റെ പ്രതികരണം പുതിയ പദവിയിൽ സന്തോഷമുണ്ടെന്നും ഖുഷ്ബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്നിൽ വിശ്വാസം അർപ്പിച്ച പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് അവർ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, തമിഴ്നാട് BJP അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ എന്നിവരെ അവർ പ്രത്യേകം പരാമർശിച്ചു. ഈ നിയമനം വലിയ ഉത്തരവാദിത്തമാണെന്നും അത് ആത്മാർത്ഥതയോടെ നിർവഹിക്കുമെന്നും അവർ വ്യക്തമാക്കി. തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്നും BJPയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അവർ കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയ് NDAയിലേക്ക് സ്വാഗതം ചെയ്ത് ഖുഷ്ബു അടുത്തിടെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച നടൻ വിജയുടെ തമിഴകം വെട്രിക്കഴകം എന്ന പാർട്ടിയെ NDA സഖ്യത്തിലേക്ക് ഖുഷ്ബു സ്വാഗതം ചെയ്തു. വിജയ് NDA സഖ്യത്തിൽ ചേരുന്നതിനെ കുറിച്ചും ചിന്തിക്കുകയാണെങ്കിൽ NDA അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ BJP എല്ലാവരും സ്വാഗതം ചെയ്യുന്നു, ഖുഷ്ബു മാധ്യമങ്ങളോട് പറഞ്ഞു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി BJP സഖ്യമുണ്ടാക്കുന്നത് തമിഴ്നാട്ടിൽ BJPയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കും. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ NDAക്ക് നേട്ടമുണ്ടാകുമോ എന്ന് കണ്ടറിയണം. വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. നിലവിൽ വിജയ് NDAയിൽ ചേരുമോ എന്നതിനെ കുറിച്ച് ഔദ്യോഗിക പ്രതികരണമൊന്നും വന്നിട്ടില്ല. ഖുഷ്ബു സുന്ദറിനെ വൈസ് പ്രസിഡന്റായി നിയമിച്ചതിലൂടെ തമിഴ്നാട്ടിൽ കൂടുതൽ കരുത്താർജിക്കാനാണ് BJPയുടെ ലക്ഷ്യമിടുന്നത്. അവരുടെ ജനസമ്മതിയും മാധ്യമശ്രദ്ധയും പാർട്ടിയുടെ പ്രചരണങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഖുഷ്ബു കൂടുതൽ സജീവമാകുമോ എന്ന് തമിഴ്നാട്ടിൽ BJPക്ക് ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുമോ എന്നും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ഈ നിയമനം തമിഴ്നാട്ട് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുമോ എന്ന് കാത്തിരുന്ന് കാണാം.